അപ്പോൾ നമ്മുടെ റെയിൽവേ പുതിയ ആപ്പ് ഇറക്കിയിരിക്കുകയാണ്. അതായത് UTS, NTS, ജനറൽ ബുക്കിംഗ്, റിസർവേഷൻ, യാത്രാ ടിക്കറ്റ്, പിന്നെ നമ്മുടെ ഫുഡ് ഡെലിവറി ട്രാക്കിംഗ് എല്ലാം ഈ നമ്മുടെ റെയിൽ വൺ എന്ന പുതിയ ആപ്പിൽ കിട്ടും. ഫസ്റ്റ് ഇത് ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പഴയ IRCTCയുടെയോ UTSൻ്റെയോ രജിസ്ട്രേഷൻ യൂസർ ID അല്ലെങ്കിൽ അതിൻ്റെ പാസ്വേഡും കൂടെ കൊടുത്ത് നമുക്കിതിൽ കയറാൻ കഴിയും. ഇല്ലെങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിൽ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ എൻ്റർ ചെയ്യാൻ സാധിക്കും. എൻ്റർ ചെയ്ത ശേഷം നമുക്കിവിടെ റിസർവ് ടിക്കറ്റ് എടുക്കാനുള്ള ഓപ്ഷനുണ്ട്. സോഴ്സ് അടിക്കാം. മാംഗ്ലൂർ സെൻട്രൽ, കാലിക്കറ്റ്, ജൂലൈ 2-ാം തീയതി. ഓപ്ഷൻസ് സെലക്ട് ചെയ്യാം. നമ്മുടെ ലിസ്റ്റ് ഇതിനകത്ത് ഇങ്ങനെ കാണിക്കും. ഇതെല്ലാം ജനറൽ ടിക്കറ്റാണ്. ജനറലായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് എടുക്കാൻ ഉള്ള ഓപ്ഷൻസ് ഇതിനകത്ത് കിട്ടും. EVC രാജധാനി, LTR, LTT, ദുരന്തോ 11/5, വെനസ്ഡേ 3, ജൂലൈ 3, വന്ദേ ഭാരത്. വന്ദേ ഭാരതിൻ്റെ ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ അവൈലബിൾ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പാസഞ്ചർ ആഡ് ചെയ്യാം. GST ആൻഡ് DST കൺസിഡർ ഫോർ ഓട്ടോ അപ്ഗ്രേഡേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന കോച്ചുകൾ, അതായത് സ്ലീപ്പർ ആണെങ്കിൽ തേർഡ് AC ആണെങ്കിൽ സെക്കൻഡ് AC, അതായത് വേക്കൻ്റ് ആയിട്ടുള്ള അപ്പർ ക്ലാസ് സീറ്റുകൾ അവൈലബിൾ ആണെങ്കിൽ അതിൻ്റെ അകത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചാർട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ കൺവേർട്ട് ചെയ്ത് കിട്ടും. അടുത്തത് ഇതിൻ്റെ അകത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അൺറിസർവ് ടിക്കറ്റിംഗ് ആണ്. അതായത് നമ്മൾ UTSൽ എടുക്കുന്ന അതേപോലെ തന്നെ നമുക്കിതിൻ്റെ അകത്തൂടെ ജനറൽ ടിക്കറ്റുകൾ എടുക്കാൻ സാധിക്കും. അപ്പോൾ പുതിയതായതുകൊണ്ട് ലോഡായി വരാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്.